ഇതാണ് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള മെഡിക്കൽ കോളേജ്. ABCDEF എന്ന് പറയുന്ന 6 ബ്ലോക്കുകളാണ്. ഏറ്റവും കുറഞ്ഞ 2000-3000 പേരെങ്കിലും മിനിമം വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ബേസിക്കലി 2 എക്സിറ്റാണ് ഈ ഹോസ്പിറ്റലിനുള്ളത്. ഇത് A ബ്ലോക്ക്. OPയും എമർജൻസി വാർഡുമാണ് ഈ ബ്ലോക്കിലുള്ളത്. പിന്നെ B ബ്ലോക്കിലുള്ളത് ഡോക്ടർമാരുടെ ക്യാബിനാണ്. ഇതാണ് C ബ്ലോക്ക്, നമ്മുടെ ടാർഗറ്റ് ഏരിയ. ഇവിടെയാണ് ഗർഭിണികളുടെ വാർഡും കുഞ്ഞുങ്ങളുടെ വാർഡും. ഇവിടെ വിസിറ്റിംഗ് അവേഴ്സ് ആണെങ്കിൽ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ. കറക്റ്റാടാ. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 ഗൈനക്കോളജി ഡോക്ടേഴ്സാണുള്ളത്. ഡോക്ടർ പ്രഭ, ഡോക്ടർ കിരൺ, ഡോക്ടർ ആനി. ഈ 3 പേർക്കും കൂടെ 12 ജൂനിയേഴ്സും. വാർഡിൽ മൊത്തം 2 ഷിഫ്റ്റായിട്ട് 12 നഴ്സുമാരും. ഇവിടെ പ്രിസണേഴ്സ് സെൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇതേ വാർഡിൽ ഒരു സ്പെഷ്യൽ റൂമാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗംഗയ്ക്ക് സെക്യൂരിറ്റിക്കായിട്ട് ഒരു ASI, ഒരു CPO, 2 വനിതാ പോലീസും പിന്നെ ജയിലിൽ നിന്ന് ഒരു മേസ്ത്രിയും കാണും. ഇതൊക്കെ എങ്ങനെ സമ്മതിച്ചു കേട്ടോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഡെലിവറി കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ ഗംഗയും കുഞ്ഞിനെയും സേഫായിട്ട് C ബ്ലോക്കിൻ്റെ താഴെ എത്തിക്കണം. സാധാരണ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നടക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഡെലിവറി കഴിഞ്ഞൊരു അമ്മയും കുഞ്ഞിനെയും നമ്മൾ ഇറക്കുന്നത്. വർക്കൗട്ട് ആവാൻ 99% ചാൻസ് ഇല്ല. ഒരു 1% മാത്രമാണ് നമ്മുടെ ചാൻസ്. ആ 1% നമ്മൾ വർക്കൗട്ട് ആക്കണം. മറ്റു വാർഡ് പോലെ അല്ല ഞങ്ങളുടെ വാർഡ്. എന്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും മറ്റു പേഷ്യൻസിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നോക്കണം. ഹായ്, നിങ്ങൾ ഈ ബോർഡിൽ വെച്ച് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. സർക്കാർ ആശുപത്രിയിൽ നിന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഒരു പ്രതിനെ ഇറക്കിക്കൊണ്ടുവരും. റിസ്ക് ആണ്. സാറേ, എനിക്കൊരു സംശയമുണ്ട്. അവന് വലിയ ഐഡിയ ഒന്നും ഇല്ല. ചോദിക്കടാ. അമ്മയുടെ 4 പ്രസവത്തിന് കൂടെ എന്നുള്ള പരിചയം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ നോർമൽ ഡെലിവറി ആണെങ്കിൽ 3-4 ദിവസം എടുക്കും ആളൊന്ന് നേരെ നടക്കാൻ. അതല്ല സിസേറിയൻ ആണെങ്കിൽ 2 ആഴ്ച. അപ്പം പിന്നെ എങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇറക്കും? ഗംഗയുടെ മെഡിക്കൽ റിപ്പോർട്ട് വെച്ചിട്ട് നോർമൽ ഡെലിവറി ആവാനാണ് സാധ്യത. സ്ട്രെച്ചറിൽ വേണം ഗംഗയും കുഞ്ഞിനെയും അടിയിലേക്ക് എത്തിക്കാൻ. സാറേ, ഒരു സംശയം കൂടെ. ഈ ജനിക്കുന്ന കുഞ്ഞിന് വെയിറ്റ് കുറവോ ഇമ്മ്യൂണിറ്റി കുറവോ നിറവ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിനെ 3-4 ദിവസം IC വയ്ക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ എങ്ങാനും വന്നാൽ നമ്മുടെ പ്ലാൻ പൊളിയില്ലേ? സർക്കാർ ആശുപത്രിയാണ്, നല്ല തിരക്കുണ്ടാവും. സ്ട്രക്ചറിൽ ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ രാത്രി 12 മണിക്ക് ശേഷം C വാർഡിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ എമർജൻസി വാർഡിലായിരിക്കും തിരക്കൊക്കെ. സൈലൻ്റ് ആയിരിക്കും C വാർഡിൽ. രാത്രി തന്നെയാണ് നമ്മൾ ഈ പ്ലാൻ നടപ്പാക്കേണ്ടത്. സത്യ റിസ്ക് ആണ്, അറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ആരൊക്കെ ഇല്ലെങ്കിലും എൻ്റെ മോൾക്ക് വേണ്ടി എൻ്റെ അവസാനം വരെ ഞാനുണ്ടാവും. ഈ ഗംഗയുടെ കാര്യം പപ്പൻ പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും ഒരാളെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ, അതും ഒരു പാർട്ടി നേതാവിൻ്റെ മകനെ. ഒരാളെ വീട്ടിൽ കയറി വെട്ടാൻ മാത്രം ധൈര്യമൊന്നുമില്ല എൻ്റെ മോൾക്ക്. അവളുടെ അനിയത്തി കുട്ടിയെ അവൻ ചെയ്തു പോയതാ. ഞാൻ ചെയ്യേണ്ടതായിരുന്നു അവിടെ ചെയ്തു. എൻ്റെ മക്കൾക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒക്കെ എൻ്റെ തെറ്റാ. അവരെ ഞാൻ നോക്കിയിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോ മരിക്കുന്നതിന് മുമ്പ് എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ഇതെങ്ങനെ ചെയ്യണ്ടേ? ഞാൻ ചെയ്യും. ശിവേട്ടാ, ഞാൻ കൂടെ ഉണ്ടാവും. പപ്പേട്ടാ, ഞങ്ങൾ കൂടെ ഉണ്ടാവും.
കുഴപ്പമില്ല. ഇനി ഫുഡ് കഴിക്കാം കേട്ടോ. റിസൾട്ട് ഇപ്പോൾ ആവുമേ. ഇപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചോ. ഗംഗേ, അതെ, ഞാൻ രഘുവിൻ്റെ ആളാ. ഫോൺ വാങ്ങിച്ചോ. വീഡിയോ കോൾ ചെയ്താൽ മതി. ചെല്ലു ചെല്ലു. എന്താ ടോയ്ലറ്റിൽ പോണോ? ഇത് അവിടെ ഉണ്ടല്ലോ, പൊയ്ക്കോ. അലീന ഒന്നിങ്ങ് വന്നേ. മോളെ അപ്പന് സുഖ മോൾക്ക് സുഖമല്ലേ? വല്ലതും കഴിച്ചായിരുന്നു? വേണം. എന്റെ മോൾക്ക് വേണ്ടി അപ്പൻ ഇതെങ്ങനെ ചെയ്യണ്ടേ? വേണം. അപ്പൻ ഇത് ചെയ്തിരിക്കും. ഇന്നേ വരെ നിങ്ങൾക്ക് വേണ്ടി അപ്പനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്ന് അന്വേഷിച്ചിട്ട് പോലുമില്ല. ഓളെ ഞാൻ അവൻ്റെ അടുത്ത് കൊടുക്കേ. അവനെല്ലാം പറയും. വനിത ഒരു വീഡിയോ എടുത്തേ. ശിവേട്ടാ, കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ? വേണ്ട. സാർ എന്തിനാണ് സാറേ ഡോറ് തല്ലി പൊളിക്കുന്നേ? കുറെ നേരമല്ല അകത്തേക്ക് കയറിയിട്ട് ഇതെന്ത് കാണിക്കുവോ? സാർ അവിടെ പുട്ടുപുഴുങ്ങൊന്നുമല്ലോ, കുറച്ച് ടൈം എടുക്കും. ഒന്ന് വെയിറ്റ് ചെയ്യും. വിളിച്ചോ. പാത്തു, കുട്ടിയുടെ അമ്മയുടെ എത്രാമത്തെ പ്രസവ? രണ്ടാമത്തെ. എൻ്റെ അമ്മയുടെ 7ാമത്തെ പ്രസവ. ആ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മാറിയെന്ന് ഞാൻ വാങ്ങിച്ചു തരാം. ഓ വേണ്ടട്ടാ, ഞാൻ വാങ്ങിച്ചോളാം. ഓ മോനെ എന്നാ എനിക്ക് മേടിച്ചു തരുമോ? അലക്കി യൂണിക്കാൻ വയ്യാഞ്ഞിട്ടാ. അന്നതാണ് അങ്ങ് വാങ്ങിച്ചാൽ മതി. ആന്റിക്ക് മേടിച്ചു വിട്രാ. എന്ത്? 400. എൻ്റെ പൊന്നേട്ടാ, വെറുതെ എന്തിനാ കാശ് കളയുന്നത്? ഒന്ന് ക്യൂ നിന്നാൽ നല്ല ഉഗ്രൻ ഊണ് കിട്ടും. അല്ലെങ്കിൽ ഈ സമയത്ത് ചേച്ചിക്ക് ഹോട്ടൽ ഫുഡ് കൊടുക്കുന്നത് ശരിയല്ല ഏട്ടാ. ചേട്ടൻ ഒന്ന് വെയിറ്റ്, ഞാൻ മേടിച്ചു തരാം. പറഞ്ഞു വന്നു. ആ, എന്താ പേര്? ജിനു. ജിനുവിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. ഇനി മേലെ എൻ്റെ കാര്യത്തിൽ ഇടപെടില്ല, കേട്ടല്ലോ? എന്താ ഏട്ടാ വിളിച്ചത്? മോളെ ഇതൊന്ന് കൊച്ചിന് കൊടുക്കാവോ? എൻ്റെ പൊന്നു ചേട്ടാ, ഇതൊന്നും കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. മോളെ ഈ സമയത്ത് ഇത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? വേറെ ആരാ? എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കും മോളെ. ചേട്ടാ എൻ്റെ പണി പോവും ചേട്ടാ. ദാ, ഇതെങ്കിലും ഒന്ന്. ഇത് വേണം, ഞാൻ ശ്രമിച്ചു നോക്കാം. മരുന്നൊക്കെ കഴിച്ചാ? ഇത് ഗംഗയ്ക്ക് തരാൻ പറഞ്ഞ് ശിവേട്ടൻ പ്രത്യേകം തന്നു വിട്ടതാ. ഒരു കട മുഴുവൻ മേടിച്ചുകൊണ്ട് വന്നു. ഞാനതെങ്ങനെ കൊണ്ടു തരാനാ? പിന്നെ ഇത് പ്രത്യേകം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നതാ. ശിവേട്ടന് മോളെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കരയാണോ? ഡെലിവറി കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? എൻ്റെ ബർത്ത്ഡേ ആണിന്ന്. ചേച്ചിക്കും കൊടുക്കണേ മിഠായി. ചേച്ചി കഴിക്കണേ. പോലീസുകാർക്ക് സംശയമൊന്നുമില്ലല്ലോ? ആർക്കും ഒരു സംശയമില്ല. ഗംഗ എവിടെ തിരിഞ്ഞാൽ ഇടംബലം പോലീസാ.
നൈറ്റ് 3 പോലീസുകാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകും. പിന്നെ രാത്രി ഒരു പോലീസുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. റൂമിൽ അവിടെ ഗംഗ ഒറ്റക്കായിരിക്കും. അല്ല, കൂട്ടത്തിലാ ചേച്ചിയുണ്ട്, മറ്റേ തടവുകാരി. അവരൊരു പ്രത്യേക സ്വഭാവക്കാരിയാ. ആരോടും മിണ്ടത്തുമില്ല, ചിരിക്കത്തുമില്ല. ഇനി ഈ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വരെ വരേണ്ട കാര്യമില്ല, ഞാൻ കൊണ്ട് തന്നോളാം. അവര് നമ്മുടെ കൂടെ നിൽക്കോ? അതെങ്ങനെ നടക്കും? അവര് നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് നമ്മുടെ കൂടെ നിൽക്കുന്നോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ല, മിനിയല്ലേ പറഞ്ഞു അവര് ഗംഗയുടെ മുറിയില്ലാന്ന്. അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നഴ്സിംഗ് റൂമിലേക്ക് കൊണ്ടുവരാലോ. ₹10,000 സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷെ അവരെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. അവിടെ ഒരു രേണുക എന്നാണ്, ഒരു മണി ലോണ്ടറിങ് കേസിൽ പെട്ടിരിക്കുകയാണ്. 1-2 രൂപയൊന്നുമല്ല, ഒരു 10 കോടിയുടെ കേസ്. പിന്നെ ഒരു 6 കേസ് FIR ഇല്ലാത്ത. അതുകൂടെ കോഷ് ചെയ്ത് കൊടുത്താൽ അവർ 99% നമ്മുടെ കൂടെ വെക്കും. അപ്പോൾ അവർക്ക് എത്ര പൈസ കൊടുക്കേണ്ടി വരും? അതവർ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ആരാണിപ്പോൾ പോയി അവരെ പറഞ്ഞ് നമ്മുടെ സൈഡിലാക്കുക? നിങ്ങളൊരു നേഴ്സല്ലേ ഇനി? എനിക്കെപ്പോണെങ്കിലും ഞങ്ങളുടെ റൂമിലേക്ക് കയറി ചെല്ലാം. അയ്യോ, എന്നെ വിട്ടേക്ക്. എൻ്റെ കയ്യിൽ നിന്ന് പോവും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി പോവും. അല്ലാതെ തന്നെ എന്നെക്കുറിച്ച് കുറേ കംപ്ലയിൻസ് ഉണ്ട്. എനിക്ക് അവരോട് പറഞ്ഞ് 2 പേരെ ഓക്കെ ആക്കാമെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന പൈസയിൽ നിന്ന് 20% തനിക്ക് തരാം. താൻ ഇപ്പോൾ പറയണ്ട, താൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ചെല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. എന്താ ഇവിടെ? ഞാനിവിടെ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്ന് കാറ്റുള്ളാനാ ഈ വെയിലത്താ? ആ കാര്യം പറയടോ. അത് ഞാനേ എന്തോ കൂടായി പൊണ്ടല്ലേ. ചെറു 20%. എടാ 20% അത് കിട്ടിയാ പൊളിക്കോ? ഒറ്റയ്ക്ക് കാശടിക്കാനുള്ള പരിപാടിയല്ലേ? എടാ ഒന്ന് സഹായിക്കടാ മോനെ. എടാ എനിക്ക് കിട്ടുന്നത് ഞാൻ ഷെയർ ചെയ്യാം. എന്ത് ഷെയർ? നിങ്ങൾ പോയി സംസാരിച്ച് ആകെ സീനാവും. അതൊക്കെ മിനി നോക്കിക്കോളൂ അല്ലടാ. എടാ മിനിക്ക് ആ പൈസ മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ കയ്യിലായിരിക്കൂ, നമ്മക്കൊന്നും കിട്ടുകയല്ല. എടാ നിനക്ക് ഈ പ്രസവം കഴിഞ്ഞാൽ പിന്നെ ചെലവാ 28-ന്. അത് നമുക്ക് കളറാക്കാം. നിന്നെ ഞാൻ സഹായിക്കാം. ഐഡിയ താ. ഇയാള് വെറുതെ വെളിവേടാണ്. നീ വന്നേ. എടാ ഈ 20%-ന് വേണ്ടി ഞാൻ രാവിലെ മുതൽ നടക്കുക. എടാ സഹായിക്കടാ. ഞാൻ നിന്റെ ആശാനല്ലടാ കുട്ട. ദാരിദ്ര്യം കൊണ്ടാ ശരിക്കും. നമുക്ക് 3 ഷെയർ ചെയ്യടാ. ഞാനൊരു ഐഡിയ പറയട്ടെ. പപ്പേട്ട ഈ തുണി കൊണ്ട് വിരിക്ക്. നിന്റെ തുണി ഞാൻ കൊണ്ട് വിരിക്കണം. കൊണ്ടുപോടാ. എന്റെ പൊന്നി ഏട്ടാ, ഇത് വിരിച്ചോണ്ട് പുള്ളിക്കാരിയോട് കാര്യം പറ. ബാക്കി കാര്യം ഞങ്ങളേറ്റ്. ഐഡിയ പപ്പട്ടിന്ന് പൊളിക്കും. നിനക്കിതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നു? പുസ്തകം വായിക്കുമായിരിക്കും അല്ലേ? ചേച്ചി എനിക്കൊരു സഹായം ചെയ്തു തരണം. ഞാനിവിടുത്തെ ഒരു പാവ ആംബുലൻസ് ഡ്രൈവറാണ്. ചേച്ചി കാര്യം വളരെ സിമ്പിളാ. ചേച്ചിയുടെ കൂടെയുള്ള ആ ഗർഭിണി പെണ്ണില്ലേ ഗംഗ, അവളെ ഞങ്ങൾ ഇവിടുന്ന് കടത്താൻ പോവാ. ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവ് രഘു, അവളുടെ അച്ഛൻ ശിവൻ, പിന്നെ കൂടെ ഞങ്ങൾ കുറച്ച് പേര് കൂടെ ഉണ്ടോ. ചേച്ചി ഞങ്ങളുടെ ടീമിൽ ചേരണം പ്ലീസ്. അല്ല
പേടിക്കണ്ടെന്നേ. ചേച്ചിക്ക് ഇതിനകത്ത് വലിയ പണിയൊന്നുമില്ല. കൂടെ ഒന്ന് നിന്ന് വന്നാൽ മതിയെന്നേ. ചേച്ചി പറയുന്ന പൈസ പറയുന്ന അക്കൗണ്ടിനകത്ത് ഞാൻ ഇട്ട് തരും. ഓക്കെ അല്ലേ? ആലോചിച്ചിട്ട് നാളെ ഇവിടെ വരുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ ഒരു പാവമാന്നേ. കാശ് കിട്ടുമ്പോൾ ചെറിയൊരു കമ്മീഷൻ എനിക്ക് തരണം. പറഞ്ഞൊന്നും അവരോട് പറയല്ലേ, മനസ്സിൽ വെച്ചാൽ മതി. എടാ. എല്ലാം ഓക്കെ അല്ലേ? എന്തൊക്കെ താൻ തന്നെ തൊലച്ചല്ലോ. ഞാൻ എന്താ ആ ചേച്ചിയുടെ പോക്ക് കണ്ടിട്ടെല്ലാം പ്രശ്നമാണെന്ന് തോന്നുന്നു. അല്ലടാ, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അത് അതേപോലെ പോയി അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ നിന്റെ അടുത്ത് പറഞ്ഞല്ല ആവശ്യമില്ലാത്ത മണിക്കൊക്കെ ഉണ്ടാവും. അയാളുടെ ഒട്ടുക്കത്തിൽ 20%. എന്താടാ പാപ്പ? എന്താ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, എന്താടാ പറയ്. ഞാൻ ആ 104 ഒന്ന് കണ്ടായിരുന്നു. ആ അവരെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചു. നമ്മുടെ കാര്യങ്ങളെ പറഞ്ഞ നിന്നോടാ പറയാൻ പറഞ്ഞ്? പറ്റിപ്പോയി. അതിന് നിങ്ങളെന്താ പറഞ്ഞേ? ഞാൻ എല്ലാ കാര്യവും അവരോട് പറഞ്ഞു. അവര് പോയി പോലീസുകാരോട് പറഞ്ഞു. ഇവിടെ കള്ളം പന്നി. നിനക്ക് എന്തൊക്കെ തൂക്കേണ്ടതാ പോയി? എന്റെ കയ്യിൽ നിന്ന് ഒഴിച്ചു വേണ്ട. ഹലോ, താങ്ക് യു. ഹക്കീം, പ്ലീസ് കം. ഒന്ന് പാർക്ക് ചെയ്യാൻ പറയാം. മകനുമായിട്ട് ഊട്ടിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴാ വില്യം സാറിന്റെ കോൾ. പിന്നെ ഇവിടുത്തെ ഇഷ്യൂസ് കേട്ടപ്പോ ദാറ്റ് സൗണ്ട്സ് ലൈക്ക് ഫൺ. നോ മാഡം, ഇവിടെ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പക്ഷേ മാഡമെങ്കിലും ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം പ്ലീസ്. ஓகே. அண்ட் ஒன் மோர் திங், எல்லாருக்கும் தெரிஞ்சிருக்கும் நான் ஒரு சின்ன சஸ்பென்ஷனில் இருக்கேன். ஸோ தென் இட் ஷுட் பி கான்ஃபிடென்ஷியல். ഷുവർ മാം. പിന്നെ പ്രിസണർ ആണല്ലേ ഇൻഫോമർ? അതെ. എനിക്ക് അവരെ ഒന്ന് കാണണം. പ്ലീസ് കം. ഇവിടെ എന്താ, നമുക്ക് വാർഡിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? ഇപ്പൊ പോകണ്ട, സത്യനെ അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് പറയാം, എന്നിട്ട് പോവാം. അപ്പോൾ പേരെന്തായിരുന്നു? ഗംഗ. സംസാരിക്കില്ല. ഓ അപ്പടിയാ, കേൾക്കുമല്ലോ അല്ലേ? എൻ്റെ പേര് റാണി, മലയാളിയാണ്. പക്ഷേ മധുരയിലാണ് ജനിച്ചതും വളർന്നൊക്കെ. പോലീസ് ഓഫീസറാണ്. ഞാൻ വന്നത് ഗംഗയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മുമ്പ് ഈ രേണുക എന്നോടൊരു കാര്യം പറഞ്ഞു. കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ഈ പോലീസുകാരെ കറക്കാൻ വേണ്ടി ചിലർ 100-ൽ വിളിച്ച് പല കഥകളും പറയാറുണ്ട്. വെറുതെയാണെന്ന് അറിയാം, എങ്കിലും ഞങ്ങൾ പോലീസുകാർക്ക് അതിൻ്റെ പിറകെ ഓടിയല്ലേ പറ്റൂ. അതുപോലൊരു കഥയാണ് രേണുക എന്നോട് പറഞ്ഞത്. ഈ ഗംഗയുടെ ഹസ്ബൻഡും അച്ഛനും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് ശരിയാണോ? അതിനെക്കുറിച്ച് ഗംഗയ്ക്ക് വല്ലതും അറിയോ? ഞാൻ വെറുതെ ചോദിച്ചാണ്. ഗംഗ പേടിക്കണ്ട. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ ഇറങ്ങട്ടെ. രേണുക ഒരു മിനിറ്റ്. ഇവിടെ ആരും ക്ലീൻ ചെയ്യാറില്ലേ?
എന്താ മാഡം? ഞാൻ മിനിയൊന്ന് കാണാൻ വന്നതാ. ചെറിയൊരു ഇൻസ്പെക്ഷൻ. ഞങ്ങൾ രജിസ്റ്റർ ബുക്ക് നോക്കിയപ്പോൾ ഗംഗയുടെ റൂമിൽ മിനിയാണ് കൂടുതൽ തവണ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാം, ഞാനാണ് ഇവിടുത്തെ ഇൻചാർജ്. ഇപ്പൊ സ്പെഷ്യൽ കേസസ് ഒക്കെ ഞാനാണ് അറ്റൻഡ് ചെയ്യാറ്. ഞാൻ വിചാരിച്ചേ ഇവിടെ എല്ലാവർക്കും മിനിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. പിന്നെ ഗംഗയെ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് കെയർ ചെയ്യണേ. തീർച്ചയായിട്ടും മാഡം, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ശരി. ശരി. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. മിനിയുടെ ബർത്ത്ഡേ ആയിട്ട് ഗംഗയ്ക്ക് മാത്രമേ സ്വീറ്റ്സ് കൊടുക്കത്തുള്ളൂ. പ്രിസണേഴ്സിന് പുറത്തുനിന്നുള്ള ഫുഡ് അലൗഡ് അല്ല. മിനിക്കത് അറിയാലോ അല്ലേ? ഇത് മിനിയുടെ ഇവിടുത്തെ സർവീസ് ബുക്കാണ്. ഇതിൽ മിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ ഇനിയും 4 മാസമുണ്ട് മിനിയുടെ ബർത്ത്ഡേ വരാൻ. മിനി, ഡോക്ടർ വന്നു, റൗണ്ട്സിനെ വിളിക്കുന്നുണ്ട്. മിനി ചെല്ല്, ഡ്യൂട്ടി നടക്കട്ടെ. ആ റാണി, അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ പോകുന്നു? ഒരു റുട്ടീൻ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഹക്കീമിനെ അയച്ചിട്ടുണ്ട്. മാക്സിമം 1 hour. ഞാൻ സാറിനെ വിളിക്കാം. ഓ ഓക്കെ. ഇവിടെ ശിവൻ, രഘു എന്നീ പേരുകൾ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് മാത്രമേ റൂം കൊടുക്കാറുള്ളൂ. അവർ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. പുറത്തുനിന്ന് ആർക്കും റൂം കൊടുക്കാറില്ല സാർ. ഏയ് ഒന്നുമില്ല, ചായ കുടിക്കാം. മാഡം, ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് മേനോന്റെ അഡ്രസ്സിൽ ഇവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ട്. അതിന് അഡ്വക്കേറ്റ് മേനോനും ഈ കേസുമായിട്ട് എന്താണ് കണക്ഷൻ? മാഡം, മേനോൻ വക്കീലാണ് ഗംഗയുടെ കേസിൽ അപ്പിയർ ചെയ്തത്. അത് ഹക്കീമിന് എങ്ങനെ അറിയാം? അതൊരു സെൻസേഷണൽ കേസ് ആയിരുന്നല്ലേ? ഈ ലോഡ്ജ് എവിടെയാണ്? മാഡം, ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റുള്ള ഗോൾഡൻ സ്യൂട്ട്. Wow. ഇത് നമുക്ക് പണിയാവൂലോ റാണി. റിപ്പോർട്ട് ചെയ്യട്ടെ? എന്തിനു സാർ? മാക്സിമം 2 hours. இந்த கேஸ் நான் ஈஸியா முடிச்சு காட்டுறேன். ഓക്കെ. കേട്ടത് ശരിയാണോ? ശരിയാണ്. രഘുവും ശിവനും കോട്ടയം ഹോസ്പിറ്റലുണ്ട്.
പിന്നെ താങ്ങുണ്ടോ? ഇല്ല, നമ്മുടെ ഒരു പ്രവർത്തകനാണ് കണ്ടത്. കർണാടകയിലേക്ക് കൊറോണത്തിനെ വിട്ടിട്ട് എന്തായി? 2-3 ദിവസമായിട്ട് അവന്മാരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. തന്നെ കൊണ്ടൊക്കെ വല്ല എൻ്റെ ധനസഹായത്തിൻ്റെ അപേക്ഷയാണ് സാർ. ഒന്ന് പെട്ടെന്ന്. ശരി സാറേ. കൺമുന്നി കോടതി വെച്ച് കിട്ടിയിട്ട് തീർക്കാൻ പറ്റിയില്ല. പിന്നെ അവൻ്റെ ഞാൻ പറഞ്ഞ പിള്ളേരെത്തിയോ? എത്തിയിട്ടുണ്ട്. അവന്മാരൊക്കെയാണ്, കാര്യം നടത്തി പൊക്കോളും. ഹോസ്പിറ്റലിൽ വെച്ച് വേണം, കൈവിട്ടുപോയ പ്രശ്നമില്ലേ. കുറെ നേരമായി അവൻ്റെ ഒക്കെ ഓണം. ശിവൻ അവൻ എൻ്റെ വീടിൻ്റെ പടി കയറാൻ മടിക്കും. എന്നിട്ട് അവൻ്റെ മോള് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ പെണ്ണുമ്പിള്ളയുടെ മുമ്പിലിട്ടാണ് എൻ്റെ മോനെ വെട്ടിയത്. അവളുടെ ഭർത്താവിനെ അവളുടെ മുമ്പിലിട്ട് എല്ലാവരും കാണുക ഹോസ്പിറ്റലിൽ വെച്ച് വെട്ടി തീർക്കണം. പിന്നെ അവളുടെ കാര്യം അത് ഞാൻ ചെയ്യേണ്ട പോലെ ചെയ്യാം. താനിപ്പം ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി, കേട്ടല്ലോ? എടാ, ഈ സമയത്ത് നീ എന്ത് വർത്തമാനാടാ ഈ പറയുന്നേ? എന്നെ പെടുത്തരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല ഞാൻ ഇല്ലെന്ന്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ 3 പേരും ഇല്ല, വിട്ടേക്ക്. എടാ എന്ത് എന്നോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യാടാ? പൈസ മേടിച്ചതല്ലേ? ആ രഘുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ പോലെ തനിക്ക്. നീ തന്നെ രഘു സാറിൻ്റെ അടുത്ത് പറ. ഞാനാ? ഞാൻ കൊടുക്കാം. ഹലോ ഹലോ പപ്പ. സാറേ, ഒരു പ്രശ്നമുണ്ട്. ആ സത്യനും ഇനിയൊന്നും ഇല്ലെന്നാ പറയുന്നത്. ഒന്ന് സംസാരിക്കും. അത് കോപ്പിലെ വർത്തമാനാണ്, കാശും ഞാൻ പറയടാ. ഹലോ, നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യരുത്. വേണമെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൂടുതൽ തരാം നിങ്ങൾക്ക്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. എനിക്ക് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നുള്ളത് സത്യമാണ്. നിങ്ങളെന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് വിചാരിച്ചതേ കാശ് മാത്രം നോക്കിയിട്ടല്ല, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ്. നോക്ക് ഭായി, ഇനി എന്തായാലും ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബമാണ് വലുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പിന്മാറി എൻ്റെ സകല പ്ലാനും തെറ്റും. എൻ്റെ കൂടെ നിൽക്കണം പ്ലീസ്. കട്ട് ചെയ്ത് എല്ലാരും പോയില്ലേ സാറേ? ഞാൻ മാത്രമായിട്ട് ഇനി എന്നാത്തിനാ ഇവിടെ വെറുതെ? ചേട്ടൻ പോ. പപ്പാ, എറിവുകേടാട്ട നിങ്ങളെ കൂടി കാണിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണ്. നിങ്ങളിനോട് നിൽക്കുന്ന റിസ്ക്കാണ്. ശിവട്ടൻ തൽക്കാലം വക്കീലിൻ്റെ അടുത്തേക്കല്ലേ, ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. നീ ഇവിടെ ഒറ്റക്ക് നിന്നിട്ട് കാണിക്കാനാ? നീമ്പാ വേണ്ട, ഇന്നുകൊണ്ടെല്ലാം തീരുമാനം കൊണ്ടൊരു ഇത് നടക്കൂല. നിങ്ങൾ ചെല്ലും. കാസർഗോഡ് എന്നുള്ള ഇറക്കുമതിയാ.
ഈ വില്യം സാർ പറഞ്ഞയച്ച അതെ മാഡം. ആളെ കണ്ട ഐഡന്റിഫൈ ചെയ്യല്ലോ അല്ലേ? ആ സാർ. വരൂ. സാറേ